ടോട്ടൽ 3 ഏക്കർ 25 സെൻറ്റ്, അതായത് 3.25 ഏക്കർ ലാൻഡ്, 1.25 ഏക്കർ വയലാണ്. വയലിൻ്റെ വില വരുന്നത് സെൻറ്റിന് 8,000 രൂപ കേട്ടോ. കരേൻ്റെ വില ഓൾറെഡി ഞാൻ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. സെൻറ്റിന് 15,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 3.25 ഏക്കർ ലാൻഡാണ്. എല്ലാവരും എൻ്റെ അടുത്ത് പറയും 4 വീലർ വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന വണ്ടി എത്തിയാൽ മതി. ഉള്ളിൽ എവിടെയെങ്കിലും കുറഞ്ഞ ലാൻഡ് ഒരു 10-15 ഉറുപ്പിക കിട്ടുന്ന ലാൻഡ് വേണമെന്ന് ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് എസ് ക്ലാസ് ബെൻസ് എത്തിക്കാം. അതായത് കോൺക്രീറ്റ് റോഡ്, ഫ്രണ്ടേജ് ഒരു 60 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. ഞാൻ ആ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നില്ല, പിന്നെ കാണിക്കുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് പോകണം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വേഗം വിളിക്കുക. ഇങ്ങനത്തെ ലാൻഡ് വേഗം പോവും. പട്ടയം കാര്യങ്ങളൊക്കെ ക്ലിയർ ആട്ടോ, പേപ്പേഴ്സൊക്കെ ക്ലിയറാണ്, എല്ലാം നോക്കിയതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഒരു കോൺക്രീറ്റ് റോഡിൽ നിന്ന് നമ്മൾ ഈ പറമ്പിലേക്ക് കയറുക കേട്ടോ. അതായത് ഈ ഒരു സ്ഥലത്തിന് 2 വഴിയുണ്ട്. ഒന്ന് ഈ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഒരു 10-20 മീറ്റർ ഈ മണ്ണ് റോഡിൽ പോകണം. പിന്നെ അതേ കോൺക്രീറ്റ് റോഡ് നമുക്കൊരു 60-70 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. ശരിക്കും ഈ വഴീൻ്റെ ആവശ്യമില്ല. കോൺക്രീറ്റ് റോഡ് പിന്നെ ഫ്രണ്ടേജ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എന്ന് തന്നെ പറയാം. 60 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് അതിൻ്റെ മുന്നേ ആദ്യ കാലത്ത് ഇവർക്ക് കിട്ടിയ വഴിയാണ്. അപ്പോൾ ആ ഒരു വഴി ഇപ്പോഴും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേം പോവാം അതിലേം പോവാം. ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലെ കയറുന്നത്. ഇതിലെ കയറുമ്പോഴേ നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു കറക്റ്റ് രൂപം മനസ്സിലാവുള്ളൂ. മറ്റേ റോഡിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇതിലെ പോകുന്ന വഴിക്ക് 1-2 പറമ്പുകൾ വേറെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മളെ പറമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലത് സൈഡും ഇടത് സൈഡും നമ്മളെ സ്ഥലമാണ് കിടക്കുന്നത്. ഇടത് സൈഡുള്ള സ്ഥലത്തിൻ്റെ താഴെയാണ് വയൽ കിടക്കുന്നത്. 1.25 ഏക്കർ വയൽ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ഇവർ കാപ്പിത്തോട്ടാണ്. കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ ഇവർ വാഴ നട്ടിട്ടുണ്ട്. അത് പാട്ടം കൊടുത്താന്ന് തോന്നുന്നു, വേറെ ഏതോ ടീം നട്ടാണ്. നമ്മൾ കാണുന്ന ഒരു പൊളിഞ്ഞു പോയ ഒരു വീടാണ്. ഇവിടെ ആരും താമസമൊന്നുമില്ല, അവർക്ക് വേറെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു പൊളിഞ്ഞ് വീണ് കിടക്കുന്ന ഒരവസ്ഥയിലാണ് വീട് കിടക്കുന്നത്. വീടിനെ പറ്റി നമ്മൾ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തോട്ടാട്ടോ. നമ്മൾ സാധാരണ കാണിക്കുന്ന വില കുറഞ്ഞ സ്ഥലത്തിൻ്റെ അവസ്ഥ പോലെയല്ല. ഇതാണ് നമ്മൾ വയലിൽ അത്യാവശ്യം കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. വയൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് അടുത്ത് കാണിച്ചു തരാം. ഇതിപ്പം തൊട്ട് താഴെ വയൽ, മേലെ ഒരു 2 ഏക്കർ പറമ്പ്. ഈ പറമ്പിൽ കംപ്ലീറ്റ് കാപ്പിയാണ്. കാപ്പീൻ്റെ ഇടയിൽ വാഴ നട്ടിട്ടുണ്ട്. പിന്നെ കവുങ്ങ്, മാവ്, അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പറമ്പിൽ. അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളുണ്ട്. പിന്നെ വലിയൊരു ചെരുവില്ല, എന്നാൽ ചെറിയൊരു കയറ്റം മേലോട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഈ ലാൻഡ് നീളത്തിലാണ് കിടക്കുന്ന 2 ഏക്കർ. നല്ല വീതിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങേ അറ്റം വരെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. അത്യാവശ്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാപ്പിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആരെങ്കിലും എടുത്ത് നന്നായിട്ടൊരു വളവും കൂടെ ചെയ്താലുണ്ടല്ലോ, കാപ്പി നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പം ആ ഒരു കുറച്ചൊരു മെയിൻ്റെനൻസ് കുറവുണ്ട്. എന്നാലും നമ്മൾ സാധാരണ കാണിക്കുന്ന വില കുറഞ്ഞ ലാൻഡ് പോലെയല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തോട്ടാണ്. നമ്മൾ ഈ വാഴയാണ്, കരയിൽ വാഴ നട്ടിട്ടുണ്ട്. ശരിക്കും കരയിൽ വാഴ നട്ട വയലിനെക്കാട്ടും നന്നാവുന്നാണ് പറയുക. വയനാട്ടിൽ ഒരുപാട് ഏരിയയിൽ കരയിൽ വാഴ നട്ടിട്ടുണ്ട്. ആറ്റ് നേന്ത്രയൊക്കെയാണ് നടുക, പക്ഷേ ഇത് സാധാ നേന്ത്രയാണ്. അപ്പോൾ അത്യാവശ്യം മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് നേരെ ഇപ്പോൾ ഞാൻ പോകുന്നത് ഇതിൻ്റെ ഒരറ്റത്ത് ഒരു ചെറിയ കുളമുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത ഏരിയയാണ്. ഭൂമിയൊക്കെ അത്യാവശ്യം നല്ല നിരപ്പുള്ള ഭാഗമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊട്ടടുത്ത് ടൗണുണ്ട്. 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടൗണാണ്. അങ്ങനെ എല്ലാ സൗകര്യമുള്ള. എന്നാൽ ഉള്ളോട്ടാണോയെന്ന് വെച്ചാൽ നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളോട്ട് വന്ന ഫീല് വരും. പക്ഷേ നമ്മൾ ടൗണുകളൊക്കെ വളരെ അടുത്താണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുളമാട്ടോ കാണുന്നത്. ഇത് കുളം എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു ചെറിയ കേണി. നമ്മൾ വയനാട്ടിൽ കേണി എന്നൊക്കെ പറയും. അതായത് ഒരു ഉറവ്, അത് രൂപപ്പെട്ട് കുളമായി മാറിയതാണ്. അതുകൊണ്ട് ഈ സാധനം ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരു വലിയൊരു കാര്യമുണ്ട്. ഇതൊരിക്കലും പറ്റില്ല. എപ്പോഴും ഇതിൽ വെള്ളം ഉണ്ടാവും, ഏത് വേനലിലും വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ ലാൻഡിലേക്ക് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്ന എത്ര വെള്ളം വേണേൽ എടുക്കാം. ഇതാണ് വയൽ കേട്ടോ. ഈ വയലിൻ്റെ ഇങ്ങേ അറ്റത്ത് കുളമാണ്. നമ്മളിപ്പോൾ ഞാൻ ആ ഫ്രണ്ട് ഭാഗം കാണിക്കുന്ന ആ വീടിൻ്റെ സൈഡ് കേട്ടോ. അതിൻ്റെ മേലുള്ള കരയാണ് വീടിൻ്റെ സൈഡ്. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലുണ്ട്. സ്ക്വയറായിട്ട് കേട്ടോ ലാൻഡ് കിടക്കുന്നത്. നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന ലാൻഡാണ്.
അപ്പോൾ ഈ വയലിലും ഇവർ വാഴ നട്ടിട്ടുണ്ട്. ഇതും പാട്ടം കൊടുത്താണ്. കുറച്ച് കവുങ്ങുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി മരങ്ങളുണ്ട്, ഒരുപാട് മാവ്, പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല ഭംഗിയുള്ള സൂപ്പർ തോട്ടാക്കി എടുക്കാം. ഫാമിന് കറക്റ്റ് ലാൻഡാണ്. നമ്മളിപ്പോൾ കോഴി ഫാം ആണെങ്കിലും പശുവിനെ വളർത്തുന്ന ആൾക്കാർക്കൊക്കെ കറക്റ്റ്, അല്ലെങ്കിൽ ഒരു ഫാം ടൂറിസം ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ്. ഞാനിപ്പോൾ ഈ തോട്ടത്തിൻ്റെ നടുവ് കൂടെ ഒരു ചെറിയ നടവഴി ഉണ്ട്, അതിലിങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ കാണുന്നതൊക്കെ നമ്മളെ തോട്ടത്തിൻ്റെ ഭാഗമാണ്. കറക്റ്റ് സ്ക്വയറായിട്ട്, അതായത് ഒരു 2 ഏക്കർ മേലെ കരയും താഴെ വയലും അങ്ങനെ കിടക്കുന്നു. ഈ കരേൻ്റെ ഏറ്റവും ടോപ്പിൽ മേൽഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ്. ആ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഫാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ലാൻഡാണ്. എല്ലാ സൗകര്യമുണ്ട്. ഇതാ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കോൺക്രീറ്റ് റോഡ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് റോഡാണ്. വലത് സൈഡ് നമ്മളെ ലാൻഡാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. കുരുമുളക് കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ ഇതൊരു 60 മീറ്ററോളം വരുന്നുണ്ട്. അതായത് നമ്മൾ താഴെയുള്ള ആ വീടിൻ്റെ മേൽവശം വരെ ഏതാണ്ട് ഈ ഒരു കോൺക്രീറ്റ് റോഡ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത് വലിയൊരു സൗകര്യമാണ്. പിന്നെ ഈ വിലയ്ക്ക് ഈ ഒരു സൗകര്യത്തിൽ ലാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കാണുന്ന തേറ്റമല എസ്റ്റേറ്റ് ആട്ടോ. തേയിലേൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. ചെറിയൊരു വ്യൂ ആണ്. മെയിനായിട്ട് വ്യൂ അല്ല ഇതിൻ്റെ ഒരു ഉപയോഗം. നമ്മൾ ഫാമിങ് കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ വീണ്ടും താഴെ എത്തി. അതായത് നമ്മൾ വീടിൻ്റെ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ലാൻഡ് ഏരിയയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണ്ടാവും. വലിയ കയറ്റവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ റോഡിലോട്ട് കയറി ആ ഭാഗത്ത് ചെറിയൊരു കയറ്റമുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല ലെവൽ നല്ല ചെറിയൊരു സ്ലോപ്പിൽ കിടക്കുന്ന നല്ല ലാൻഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമീൻ്റെ ഒരു കിടപ്പ്. ഞാനത് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വരുന്ന റോഡ് സൗകര്യങ്ങൾ, തൊട്ടടുത്തുള്ള ടൗണിൻ്റെ ചെറിയൊരു വീഡിയോ, ഇതൊക്കെ കൂടി ഈ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് വന്നു പോയ ഏരിയ ആണ്. എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടാണ്. നമ്മൾ വന്ന വഴി ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ലാൻഡിൻ്റെ ഒരു ഘടന കിടക്കുന്നത്. ടോട്ടൽ 3.25 ഏക്കർ ലാൻഡാണ് വരുന്നത്. വില ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കരേൻ്റെ വില, സെൻറ്റ് വില 15. ഇത് ഞാൻ ആ മേലെ റോഡാട്ടോ കാണിക്കുന്നത്. സൂം ചെയ്ത് നോക്കിയാൽ ഞാൻ അവിടെ ഒരു പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് കാണാം. അവിടെയാണ് ആ റോഡ് കിടക്കുന്നത്. അപ്പോൾ ഇവിടം വരെ ആ റോഡിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു വഴിയും കൂടെ ഉണ്ട്, 2 വഴിയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴി ഇപ്പം നമ്മൾ വന്ന ഒരു കോൺക്രീറ്റ് റോഡ് ഇതാണ്. ഈ ഒരു വീതിയിലാണ് വഴി വരുന്നത് കേട്ടോ. അത്യാവശ്യം എല്ലാ വലിയ വണ്ടിയൊക്കെ എത്തുമ്പോഴാണ്. പിന്നെ ഈ റോഡ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വീതിയുള്ളൊരു ടാറിങ് റോഡുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ടൗണായി. പുതുശ്ശേരി എന്ന് പറഞ്ഞ ടൗണിലേക്കാണ് നമ്മൾ എത്തുക. ആ ടൗണിൽ നിന്ന് നമുക്ക് 2.5 കിലോമീറ്ററാണ് ഈ ലാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതാണ് പുതുശ്ശേരി ടൗണ്. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാനന്തവാടി ടൗണുണ്ട്. പിന്നെ വാളാട് ഭാഗമുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ഇവിടെ അടുത്ത് കിട്ടും. അത്യാവശ്യം ഒരു കൃഷിക്ക് പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. നല്ല മണ്ണുള്ള സ്ഥലമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക. താല്പര്യമുള്ളവർ വേഗം വിളിക്കുക. അങ്ങനത്തെ ലാൻഡൊക്കെ വേഗം പോവും.